ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മൾക്ക് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി 2 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി നമുക്ക് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് സാറിന് അറിയാം. വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാ മക്കളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് നേടാൻ ഇനിയുള്ള നമ്മുടെ സൈലത്തിന്റെ എല്ലാ ലൈവുകളും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം. ബർത്ത്ഡേ കാർഡ് की विशेषताओं पर ബർത്ത്ഡേ കാർഡിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞുകൊണ്ട് നിമ്മി ഓർ സഹേലി, നിമ്മിയുടെ കൂട്ടുകാരി, സഹേലി പറഞ്ഞ കൂട്ടുകാരി റീന കെ ബീച്ച്, റീനയും തമ്മിലുള്ള ബാത്തോം ഹോത്തി, അവർ തമ്മിൽ സംസാരിക്കാണ്. വഹ് ബാത് ജി തയ്യാർ കരെ, ആ സംഭാഷണം നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭാഷണം നമ്മൾ മനോഹരമായിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. വളരെ എളുപ്പത്തിലുള്ള സംഭാഷണമാണ്, വളരെ പ്രയാസമാണെന്നൊന്നും എന്റെ മക്കൾ വിചാരിക്കേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മളൊരാളെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയും? ഇവിടെ നിമ്മി പറയാണ് എന്ത്? നിമ്മി എന്താ പറയുന്നത്? നിമ്മി പറയാ ഹായ് റീന അല്ലെ. അപ്പൊ നമ്മൾ ആരോടാണോ സംസാരിക്കുക അവരോട് ഒരു ഹായ് പറയും അല്ലെ. അപ്പൊ മാഷു ആദ്യം വന്നപ്പോ നിങ്ങളോട് നിങ്ങൾ വെൽക്കം ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങൾ എന്നെ പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഹായ് പറയും, ഹായ് അനസാർ അല്ലെ. അപ്പൊ ഞാൻ പറയും എവിടെയാണ് പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഹായ് നമുക്ക് പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിമ്മി പറയാണ് ഹായ് റീന. അപ്പൊ റീനയോടാണ് പറഞ്ഞത്. അപ്പൊ റീന തിരിച്ചു പറയണേ ഹായ് നിമ്മി അല്ലെ. അതിന്റെ കൂടുതൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കൽ തുമാരെ ബർത്ത്ഡേ ഹേന, ഇന്നലെ നിന്റെ ജന്മദിനമായിരുന്നോ? കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പൊ ഇന്നലെ നിന്റെ ജന്മദിനമായിരുന്നോ? ബർത്ത്ഡേ അല്ലെ, ബർത്ത്ഡേ ആയിരുന്നോ അല്ലെ. അപ്പൊ എന്താണ് മറുപടി പറയുന്നത്? നിമ്മി പറയാ ഹാ അതെ അല്ലെ. ഹാ എന്ന് പറഞ്ഞാൽ അതെ, തീർച്ചയായും ഇന്നലെ ജന്മദിനമായിരുന്നു. കാൽ വിനോദ് അങ്കിൾ മുജേ, ഇന്നലെ വിനോദ് അങ്കിൾ, മുജേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ തന്നിട്ടുള്ളത് വിനോദ് അങ്കിൾ? ഏക്ക് ബർത്ത്ഡേ കാർഡ് ദിയ, ഒരു ജന്മദിന കാർഡ് തന്നു അല്ലെ. ജന്മദിന കാർഡ് ദിയ എന്ന് പറഞ്ഞാൽ തന്നു. കണ്ടോ? എന്നിട്ട് അത് റീന ചോദിക്കുന്നതായിട്ട് നമുക്ക് ചോദിക്കാം. ഉസ്മേ ക്യാദാ, നമുക്കൊരു സാധനം തന്നു പറയുമ്പോൾ വേറെ ആൾ നമ്മളോട് ചോദിക്കൂല അതിൽ എന്തായിരുന്നു എന്ന്. അതേപോലെ ചോദിക്കാണ് ഉസ്മേ ക്യാദാ, അതിലെന്തായിരുന്നു അല്ലെ, അതിലെന്തായിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. എന്നിട്ട് അപ്പൊ അതിന് മറുപടി പറയാണ് നിമ്മി. എന്താ പറയുന്നത്? കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഓർ ഉസ്മേ, പിന്നെ അതിൽ എന്തുണ്ട്? തും ജിയോ ഹസാരോം സാൽ കെ ദിൻ ഹോ 50,000 എന്ന് എന്ത് ചെയ്തിരുന്നു? ഏസാലിഗാഥ, ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ റീന പറയാ ബഹുത്ത് സുന്ദർ കവിത ഹേ, ബഹുത്ത് വളരെയധികം സുന്ദരമായിട്ടുള്ള കവിത തന്നെയാണ്, വരികൾ തന്നെയാണല്ലോ എന്ന് പറയാണ്. അപ്പൊ നിമ്മി പറയാണ്, എന്താ നിമ്മി പറയുന്നത്? മേനെ ഈസ് കാർഡ്, ഞാൻ ഈ കാർഡ് എന്ത് ചെയ്തു? ഞാനാ കോ ബീദിക്കായ, മുത്തച്ഛനെയും കൂടി കാണിച്ചു. ഞാനാ എന്ന് പറഞ്ഞാൽ മുത്തച്ഛനാണ്, മുത്തച്ഛനെയും കൂടി എന്ത് ചെയ്യാണ്? ഈ കാർഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ പറയുന്നുണ്ട് യഹി മേരാ കാർഡ്, എന്നിട്ട് ആരെയും കൂടി കാണിക്കാണ്? നമ്മുടെ റീനയെയും കൂടി കാണിക്കണം. യഹി മേരാ കാർഡ്, എനിക്ക് കിട്ടിയ കാർഡ് ഇതാണ്, എന്റെ വിനോദങ്ങൾ തന്ന കാർഡ് ഇതാണ് എന്ന് പറയാണ്. അപ്പൊ റീന പറയാം യേ ബഹുത്ത് സുന്ദർ കാർഡ് ഹേ, ഇത് വളരെയധികം സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാർഡ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭാഷണം, കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ പറ്റും. എന്റെ പൊന്നു മക്കളെ, ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 5 മാർക്കാണ്. ഈ ആക്ടിവിറ്റിക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അൻസാറിന്റെ എല്ലാ മക്കളും ആ ഫുട്ബോളിന്റെ ഇമോജി ഒന്നിട്ടേ ഫുട്ബോളിന്റെ ഇമോജി ഒന്നിട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കിയേ. യെസ്. അപ്പൊ ഇത്തരത്തിൽ എന്റെ മക്കൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? യെസ് എന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയൊക്കെ എഴുതുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് നമ്മുടെ പരീക്ഷയോടനുബന്ധിച്ച് ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങളുടെ വീഡിയോയുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എന്റെ മക്കൾ രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയുള്ള എല്ലാ വീഡിയോസ് ലൈവുകളൊക്കെ എന്റെ മക്കൾ കൃത്യമായിട്ട് കാണുക. നിങ്ങളുടെ കൂടെ അനസാറുണ്ട്. അല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദി പരീക്ഷയൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. अगला क्लास में आना सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.